ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വചനത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഇന്ന് വചനത്തിൽ വളരെയധികം പ്രകാരത്തിലുള്ള ഭോഗിൻ്റെ താലങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ബാബ മമ്മയെയും വചനത്തിൽ എമർജ് ചെയ്തു. മമ്മ എങ്ങനെയായിരുന്നുവോ അതേപോലെ അന്യ ദാദിമാരോടൊപ്പം വചനത്തിൽ എമർജ് ആവുകയായിരുന്നു. കണ്ടുകൊണ്ടിരിക്കവേ വചനത്തിൽ ഫരിസ്തകളുടെ ഒരു സഭ രൂപപ്പെടുകയായിരുന്നു. മമ്മയുടെയും ബാബയുടെയും കൂടെ ആദിയിൽ ഉണ്ടായിരുന്ന ദാദിമാരും മുതിർന്ന സഹോദരന്മാരും ദീദിമാരും ഉണ്ടായിരുന്നു. നടുവിൽ മമ്മയും ബാബയും, ചുറ്റും ചന്ദ്രൻ്റെ ആകൃതിയിൽ എല്ലാ ദാദിമാരെയും കണ്ടു. വചനത്തിലെ ദൃശ്യം വളരെയധികം അത്ഭുതവും അനുപമവുമായി കാണപ്പെട്ടു. വചനത്തിൽ ഞാൻ മമ്മയെയും ബാബയെയും മുന്നിൽ കാണവേ ഭോഗിൻ്റെ താലം വച്ചു. മുന്നിൽ മമ്മയെ നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, മമ്മ ഇന്ന് ഈ ഭോഗിൻ്റെ ഉള്ളിൽ വിശേഷിച്ച് എല്ലാ ബ്രാഹ്മണ കുട്ടികളുടെയും ഓർമ്മകൾ അലിഞ്ഞിരിക്കുകയാണ്. മമ്മ വളരെ സ്നേഹത്തോടെ പറയുവാൻ തുടങ്ങി. മമ്മ വളരെയധികം സിംപ്ലിസിറ്റിയുടെ അഥവാ സരളതയുടെ മൂർത്തിയായിരുന്നു. ബാബ പറഞ്ഞു, മമ്മ താങ്കൾ സരളതയുടെ മൂർത്തിയായിരുന്നു. താങ്കളുടെ ദൃഷ്ടി ഒരു ബാബയിലേക്കല്ലാതെ മറ്റാരിലേക്കും പോകില്ല. അത്രയും ബാബയോട് സ്നേഹമുണ്ടായിരുന്നു. മമ്മ താങ്കൾ യജ്ഞത്തെ സംരക്ഷിക്കുന്നതിൻ്റെയും കാര്യം ചെയ്തു. പിന്നെ ബാബ മമ്മയെക്കുറിച്ച് ഇന്ന് പറഞ്ഞു, മമ്മ വിശേഷിച്ച് ഗംഭീരതയുടെ മൂർത്തിയായിരുന്നു. ഏറ്റവും വലിയ മറ്റൊരു കാര്യമാണ് മമ്മയുടെ ജീവിതം വളരെയധികം ധാരണയുക്തമായിരുന്നു. ബാബ ഇത് കേൾപ്പിക്കുകയായിരുന്നപ്പോൾ അഡ്വാൻസ് പാർട്ടിയിലെ എല്ലാ ദാദിമാരും ബാബയുടെ സമീപത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, ഇന്ന് വിശേഷിച്ച് മമ്മയുടെ ദിവസമാണ്. അപ്പോൾ മമ്മയുടെ സഖിമാർ, മമ്മയുടെ സഹചാരികളായ സഹോദരിമാർ എല്ലാവരെയും ബാബ വചനത്തിൽ എമർജ് ചെയ്തു. പിന്നെ ഞാൻ മമ്മയോട് പറഞ്ഞു, ഇന്ന് വിശേഷിച്ച് ഡയമണ്ട് ഹാളിൽ നിന്നും എല്ലാവരുടെയും ഓർമ്മകളുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ബാബ പറഞ്ഞു, ഞാൻ ബാബയുടെയും മമ്മയുടെയും എല്ലാ കുട്ടികളെയും ഡയമണ്ടിൻ്റെ രൂപത്തിൽ കാണുകയാണ്. എൻ്റെ ഡയമണ്ട് ആയ കുട്ടികൾ ഇരിക്കുകയാണ്. അപ്പോൾ ബാബ പറഞ്ഞു, മമ്മ താങ്കൾക്ക് തൻ്റെ ബ്രാഹ്മണ പരിവാരത്തോട് എത്ര സ്നേഹമുണ്ടായിരുന്നു. അത് ബാബയും തൻ്റെ നയനങ്ങളിലൂടെ മമ്മയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണപ്പെട്ടു. മമ്മയെ ഒരു ശക്തിയുടെ ദേവിയെ പോലെ തോന്നി. മമ്മയുടെ നയനങ്ങളിൽ നിന്നും ശക്തികളുടെ കിരണങ്ങൾ വരുന്നുണ്ടായിരുന്നു. ആ കിരണങ്ങൾ പവർഫുൾ ആയിരുന്നു. ആ കിരണങ്ങൾ പുറപ്പെട്ട് എല്ലാവരുടെയും മസ്തകത്തിൽ തിളങ്ങുവാൻ തുടങ്ങി. മമ്മ പറഞ്ഞു, ഡയമണ്ടായ കുട്ടികൾക്കുള്ള മമ്മയുടെ വരദാനമാണിത്. മമ്മ പോയിട്ട് ഇത്രയും വർഷങ്ങളായി. ഇപ്പോഴും വിശ്വസേവനത്തിലാണ്. എൻ്റെ കൂട്ടുകാരും സഖിമാരും വിശേഷ രൂപത്തിൽ സേവനത്തിലാണ്, സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബു പറഞ്ഞു, മമ്മ ഈ ആളോട് ചോദിക്കൂ, ഇനിയിപ്പോൾ എന്തിനെയാണ് കാത്തിരിക്കേണ്ടത്? മമ്മ പറയുവാൻ തുടങ്ങി, ഡ്രാമ എല്ലാവർക്കും കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഡ്രാമയുടെ പാളത്തിൽ നിൽക്കുകയാണ്. ഡ്രാമയുടെ സീൻ ഈ കുട്ടികളുടെ മുന്നിലും വന്നുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ പതുക്കെ എമർജായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെല്ലാമുള്ള ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമോ അതിനു മുമ്പേ ബ്രാഹ്മണരായ കുട്ടികൾക്ക് തയ്യാറാകേണ്ടതുണ്ട്.
ഇങ്ങനെ മമ്മ വരദാനത്തിൻ്റെ രൂപത്തിൽ കേൾപ്പിക്കുകയായിരുന്നു. എല്ലാ ദാദിമാരും ഉണ്ടായിരുന്നു. ഞാൻ മമ്മയോടും ബാബയോടും പറഞ്ഞു, മമ്മ ഇന്ന് വിശേഷിച്ച് താങ്കളെ പ്രതിയുള്ള ഭോഗാണ്. എല്ലാവരും വിശേഷ ഓർമ്മകൾ നൽകിയിരിക്കുകയാണ്. വിശേഷിച്ച് രത്തൻ മോഹിനി ദാദിയും ഓർമ്മകൾ നൽകിയിരിക്കുകയാണ്. മുന്നി ബഹനും ഓർമ്മകൾ നൽകി. അപ്പോൾ ബാബയും മമ്മയും പറഞ്ഞു, ആദി രത്നങ്ങളിൽ വച്ച് ഈ കുട്ടിയും ഒരു രത്നമായി ഉൾക്കൊള്ളപ്പെട്ടിരിക്കുകയാണ്. പിന്നെ മുന്നി ബഹൻ്റെ നേർക്ക് ബാബയും മമ്മയും ശക്തികൾ നിറയ്ക്കുന്നതായി തോന്നി. ശക്തിശാലി സ്നേഹത്തിൻ്റെ രൂപത്തിൽ ബാബയും മമ്മയും ദാദിമാരും ഉണ്ടായിരുന്നപ്പോൾ വളരെ ധൈര്യപൂർവം കാര്യങ്ങൾ ചെയ്യുന്ന ദാദിയെയും മുന്നി ബഹനെയും വദനത്തിൽ എമർജ് ചെയ്തു. ബാബ രണ്ടുപേരെയും കൈകളിൽ ഒതുക്കി. നമ്മുടെ മുതിർന്ന സഹോദരന്മാരായ നിർവേർ ഭായി, കരുണാഭായി, മൃത്യുഞ്ജയ് ഭായി, ബ്രിജ്മോഹൻ ഭായി എന്നിവരെയും ബാബ വദനത്തിൽ എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, ഇതും എൻ്റെ യജ്ഞസ്നേഹികളായ കുട്ടികളാണ്, ആദിയിലെ കുട്ടികളാണ്. ഇപ്പോഴും യജ്ഞത്തെ കൊണ്ടുപോകുന്നതിൽ നിമിത്തമായിരിക്കുകയാണ്. ബാബയും മമ്മയും വളരെ സ്നേഹത്തോടെ ഇവർക്ക് ചില ഫലങ്ങളും ചില സാധനങ്ങളും നൽകിയതായി കാണപ്പെട്ടു. പിന്നെ ബാബ മമ്മയെ ഭോഗ് സ്വീകരിപ്പിക്കുന്നതായി കാണപ്പെട്ടു. പിന്നെ മമ്മ ബാബയെ ഭോഗ് സ്വീകരിപ്പിക്കുവാൻ തുടങ്ങി. എത്രയോ ഭോഗിൻ്റെ താലങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും സുന്ദരമായത് ബാബയുടെ വീട്ടിൽ നിന്നും വന്ന ഭോഗിൻ്റെ താലമായിരുന്നു. മമ്മയും ബാബയും മറ്റ് ദാദിമാരുമെല്ലാം അത്രയും സ്നേഹത്തോടെ നോക്കുകയായിരുന്നു, തൃപ്തരാവുകയായിരുന്നു. കണ്ടുകൊണ്ട് വളരെയധികം ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷിക്കുകയായിരുന്നു. ആഹാ കുട്ടികളെ, ആഹാ, മമ്മയോടും ബാബയോടും എത്ര സ്നേഹമാണുള്ളത്. ബാബയ്ക്കും മമ്മയ്ക്കും ദാദിമാർക്കും മുഴുവൻ ബ്രാഹ്മണ പരിവാരത്തോടും സ്നേഹമാണ്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് എല്ലാവരും, അഡ്വാൻസ് പാർട്ടിയിലെ ദാദിമാരും മമ്മയും ബാബയും എല്ലാവരും വളരെയധികം സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ നൽകി. ബാബയോട് പറഞ്ഞു, വിശേഷിച്ച് മാതാക്കളുടെ ഗ്രൂപ്പ് വന്നിരിക്കുകയാണ്. ബാബു പറഞ്ഞു, മമ്മയുടെ ദിവസമാണ്. അപ്പോൾ മമ്മയുടെ സേനാനികൾ ഈ വിശേഷ മാതാക്കളാണ്. പിന്നെ എല്ലാവർക്കും നേരെ കൈവീശിക്കൊണ്ട് എല്ലാവർക്കും സ്നേഹസ്മരണകൾ നൽകി. സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു.